വിഴിഞ്ഞം തുറമുഖ വികസനം 2 മുതൽ 4 വരെ ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ 2000 മീറ്റർ ബർത്തിൽ 5 മദർഷിപ്പുകൾ ഒരേ സമയം അടുപ്പിക്കാൻ സാധിക്കും. രണ്ടാം ഘട്ടം പൂർത്തിയാക്കിയാൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ചരക്കു നീക്കത്തിന്റെ സാധ്യതകൾ അനുകൂലമാക്കാൻ കഴിയുമെന്ന് സീപോർട്ട് മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ പറഞ്ഞു. ഈ മാസം ആരംഭിക്കുന്ന രണ്ടാം ഘട്ടത്തിൽ 1200 മീറ്റർ ബർത്ത്, 920 മീറ്റർ പുലിമുട്ട് എന്നിവ നിർമ്മിക്കും. ഇതോടെ ഒരു വർഷം 10 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനാകും. ലിക്വിഡ് കാർഗോ സംഭരണ സൗകര്യങ്ങളുടെ വികസനവും ഈ ഘട്ടത്തിൽ നടക്കും. ഇവയുടെ നിർമ്മാണവും വൈകാതെ ആരംഭിക്കും. പുതിയ ബർത്തിന്റെ ഓരോ 100 മീറ്ററിലും ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ സ്ഥാപിക്കും. ട്രയൽ റൺ ആരംഭിച്ചപ്പോൾ മുതൽ ലോകത്തെ മികച്ച ഷിപ്പിംഗ് കമ്പനികളുമായി നല്ല ബന്ധം വളർത്താൻ വിഴിഞ്ഞം സീപോർട്ട് അധികൃതർ ശ്രമിച്ചിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ കപ്പലടക്കം വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത് ഇതുവഴിയാണ്. ഈ ബന്ധം ഊർജ്ജസ്വലമാക്കും. ഇനിയുള്ള വികസന ഘട്ടങ്ങൾക്ക് ഇടവേളകൾ ഉണ്ടാവില്ലെന്നും ദിവ്യ എസ് അയ്യർ പറഞ്ഞു. കണ്ടെയ്നർ സൂക്ഷിക്കുന്നതിനുള്ള യാർഡുകളുടെ നിർമ്മാണവും ദ്രുതഗതിയിൽ ആരംഭിക്കും. കയറ്റുമതി, ഇറക്കുമതി എന്നിവയ്ക്ക് വേണ്ടിയുള്ള റൂട്ടുകൾ കണ്ടെത്തും. തുടർഘട്ടങ്ങൾ വേഗത്തിലാവുന്നതിലൂടെ 2028 എല്ലാം പൂർത്തിയാകും. 2024 വരെ ആകുമെന്നാണ് കരാറിൽ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ തുറമുഖത്തെ ക്രെയിൻ ഓപ്പറേഷൻ അടക്കം കൈകാര്യം ചെയ്യുന്നത് വനിതകളാണ്. സ്ത്രീകൾക്കും പ്രാദേശിക ജനതയ്ക്കും വേണ്ടി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ലോജിസ്റ്റിക്സ് മേഖലയിൽ മാത്രം 10,000-ലധികം പേർക്ക് തൊഴിൽ ലഭിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം ഉടൻ ആരംഭിക്കും. ഇതിന് 9,650 കോടി രൂപയാണ് വേണ്ടിവരിക. ലോജിസ്റ്റിക്സ് സംവിധാനവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കി 2028 പൂർണ്ണ സജ്ജമാക്കും. 20,000 കോടിയാണ് അദാനി ഗ്രൂപ്പ് മുടക്കുക. ക്രൂസ്, മൾട്ടിപർപ്പസ് ടെർമിനലുകളും വരുന്നതോടെ ടൂറിസം രംഗത്തും കുതിച്ചുചാട്ടത്തിന് വിഴിഞ്ഞം വഴി തുറക്കും. മൺസൂൺ ഒഴികെ സീസണിൽ മാസം 25 ക്രൂസ് കപ്പലുകൾ സഞ്ചാരികളുമായി എത്തുമെന്നാണ് ടൂറിസം രംഗത്തുള്ളവരുടെ പ്രതീക്ഷ. കൊച്ചിയിൽ 20 ക്രൂസ് കപ്പലുകളാണ് എത്തുന്നത്. ഒരു വലിയ കപ്പലിൽ 5000 വരെ സഞ്ചാരികളുണ്ടാകും. ഒരു പകൽ ചിലവിട്ട് രാത്രി മടങ്ങുന്നതാണ് പതിവ്. എന്നാൽ അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായ കോവളം, പൂവാർ എന്നിവ തൊട്ടടുത്തുള്ളപ്പോൾ സഞ്ചാരികൾ 1-2 ദിവസം തങ്ങാൻ സാധ്യതയുമുണ്ട്. ഇത് വരുമാനം കൂട്ടുമെന്നതും നിശ്ചയം തന്നെ. അതേസമയം കാര്യക്ഷമതയിൽ രാജ്യത്തെ ഒന്നാമത്തെ തുറമുഖമായി മാറാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഒരുങ്ങുകയാണ്. തുറമുഖത്തെ ഏറ്റവും കാര്യക്ഷമമാക്കി മാറ്റാനും വ്യാപാരികളെ അവരുടെ ലോജിസ്റ്റിക്സ് ചെലവ് കുറയ്ക്കാനും സഹായിക്കുമെന്ന് അദാനി പോർട്സ് MD കരൺ അദാനി അറിയിച്ചിട്ടുണ്ട്. ചരക്കു നീക്കത്തിനായി വിദേശ തുറമുഖങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കും. 20 മീറ്ററോളം ആഴവും ഏറ്റവും തിരക്കേറിയ കടൽ വ്യാപാര പാതകളിൽ ഒന്നിനടുത്തുള്ള സ്ഥാനവും ആഗോള വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തും. ഓട്ടോമേറ്റഡ് യാർഡ് ക്രെയിനുകളും റിമോട്ട് ഓപ്പറേറ്റഡ് ഷിപ്പ് ടു ഷോർ ട്രെയിനുകളും തുറമുഖ പ്രവർത്തനങ്ങൾക്ക് വേഗവും സുരക്ഷയും കൂട്ടും. രാജ്യത്തെ മൂന്നാമത്തെ തിരക്കേറിയ തുറമുഖമാണ് വിഴിഞ്ഞം. അദാനി കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഗുജറാത്തിലെ മുന്ദ്രയും കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള മുംബൈയിലെ ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റിയുമാണ് മറ്റുള്ളവ. ഇവ രണ്ടും ആഗോളതലത്തിൽ തിരക്കേറിയ 30 തുറമുഖങ്ങളുടെ പട്ടികയിലുമുണ്ട്. 70 ലക്ഷം TEU ആണ് മുന്ദ്രയുടെ വാർഷിക ചരക്ക് കൈകാര്യശേഷി. നെഹ്റു പോർട്ടിന്റേത് 1 കോടി TEU കണ്ടെയ്നറും. ഇവ പട്ടികയിൽ യഥാക്രമം 26, 27 സ്ഥാനങ്ങളിലാണ്. ഒന്നാം സ്ഥാനത്ത് ഷാങ്ഹായും 2ാം സ്ഥാനത്ത് സിംഗപ്പൂരുമാണ്. 24ാം സ്ഥാനത്തുള്ള കൊളംബോയിൽ നിന്നാണ് ഇന്ത്യയിലേക്കുള്ള ട്രാൻസ്ഷിപ്മെന്റ് ചരക്കു നീക്കത്തിന്റെ 75%. ഇത് വിഴിഞ്ഞത്തേക്ക് വരുന്നതോടെ തുറമുഖത്തിന്റെ സ്ഥാനം ഉയരും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.